വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിസുക്കറൊക്കെ റെഡിയായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒന്ന് കോട്ടപ്പുറം വരെ പോകാമെന്ന് വിചാരിച്ചു. കോട്ടപ്പുറം മുസ്തീസ് ഇല്ലേ, അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പുഴനിലാവ്. അപ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ തുമ്പി സുക്രു കേട്ടോ. അപ്പോൾ അതേ അമ്മയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പിയും സുക്രുവൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതാണ്. ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ എന്താ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മ കുറേ നാളായി എന്നോട് പറയുന്നു കോട്ടപ്പുറത്ത് ഒരു ദിവസം പോകണം എന്നൊക്കെ പറയണം. അപ്പം കുറേ നാളായി, കുറേ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് അമ്മ. അപ്പോൾ ഇന്നൊന്ന് കൊണ്ടേ അമ്മനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ലാണ്ട് പിന്നെ ആര് കാണിക്കാനാ. അങ്ങനെ പിന്നെന്താ ശബരി ഇല്ല കേട്ടോ, ശബരി കൂട്ടുകാരുടെ എവിടെയോ പോയിരിക്കാന്ന് തോന്നുന്നു. ഞങ്ങൾ മാത്രം പോകും. പിന്നെന്താ ഞായറാഴ്ച ഇരിക്കും ഭയങ്കര തിരക്ക്. അറിഞ്ഞൂടാ ഇപ്പം തിരക്കുണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് ജസ്റ്റ് വല്ല ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ തിന്നിട്ട് അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരും കേട്ടോ. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിനി ഫുഡ് കഴിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ അങ്ങനെ പ്ലാനൊന്നും ഇല്ല. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് ഒക്കെ ചെയ്യാം. പിന്നെന്തുട്ടാ അപ്പോൾ അത്രയുള്ളൂ. നമുക്ക് പോണ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ എന്താ കണ്ണിൻ്റെ ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട് ഗൈസ്. എന്ത് കുരുവാണെന്നറിയില്ല. പിന്നെ ഒരു കുറവുള്ള ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഇവിടെ ലിപ്സ്റ്റിക് ഒന്നും ഇല്ല. ഒരു ലിപ് ബാം ഉണ്ട് എൻ്റെ ബാഗിൽ, പക്ഷേ തപ്പിയിട്ട് കാണുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. വലിയൊരു കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പോണ വിശേഷങ്ങൾ കാണാം കേട്ടോ. എൻ്റെ ഇടയ്ക്ക് സുക്രുമണി ബോളായിട്ട് ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ഞാനും സുക്രും കൂടെ ബോളായിട്ട് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കളിക്കാറുണ്ട്. ഞങ്ങൾ ഭയങ്കര ദോസ്തുക്കളാണ്. അതിൻ്റെ ഇടയ്ക്ക് തുമ്പി വരാറുണ്ട് കേട്ടോ. തുമ്പി വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ തുമ്പി തെക്കോട്ട് അങ്ങോട്ട് ഓടി പിടിക്കും. റോഡാണ്, വണ്ടിയൊന്നും വരില്ല. തുമ്പിക്ക് ഒരു നോട്ടവും ഇല്ല. പിന്നെ അവളുടെ പുറകെ അവളെ പിടിക്കാനായിട്ട് ഞാനും ഓടേണ്ടി വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിലേക്ക് നടക്കാണ് കേട്ടോ. ഓട്ടോ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ നമ്മൾ നടന്നു പോവും. ഇപ്പം ഈ വണ്ടിമ്മ പോയി ശീലിച്ചുകൊണ്ടേ, ടു വീലറിൽ പോയി ശീലിച്ചുകൊണ്ട് തീരെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് പ്രായം കൂടി വരല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഞാൻ ഒരു 20 മിനിറ്റ് കൊണ്ട് കൊടുങ്ങല്ലൂർ വരെയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വെളിവില്ലാത്ത പോലെയാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, വണ്ടി പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ ഒരു വിചാരമില്ല. അമ്മ നമ്മുടെ ആഗ്രഹം സഫലമായില്ലേ കോട്ടപ്പുറത്ത്? അമ്മ എന്നോട് വർഷങ്ങളായി പറയുന്നു കോട്ടപ്പുറം പോകണം. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. സുക്ര, നമുക്ക് കോട്ടപ്പുറത്ത് പോണ വിശേഷങ്ങൾ കാണാം കേട്ടോ. ദേ മാമോനുണ്ട്. നിന്നെ കണ്ടപ്പോ തിരിഞ്ഞാണ്. സുക്ര, അങ്ങനെ ദേ കോട്ടപ്പുറം മുസ്തീസ് എത്തിയിട്ടോ. ഞങ്ങൾ പുഴനിലാവെന്ന് ഇതിനെ പറയാറുണ്ട് കേട്ടോ. ആട് കിടന്നോടത്ത് കൂടിയൊന്നും ഇല്ല എന്ന് പറയണ പോലെ ഒരു മനുഷ്യരുണ്ടായില്ല കേട്ടോ. 2 or 3 അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ സൂചിച്ചായിട്ട് എപ്പോഴും വരുമ്പോൾ ഏറ്റവും ലൈറ്റായിട്ട് വരാറുള്ളൂ. അപ്പോൾ രാത്രി സമയങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ. ഈ നേരത്തൊന്നും അധികം ആൾക്കാരില്ല കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാനായിട്ട് കൂടുതൽ പേരും ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്. അങ്ങനെയൊക്കെ നല്ല ഭംഗിയാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ബെഞ്ചുമ്പോൾ പോയി ഇരിക്കാമെന്ന്. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു, കുറച്ച് നേരം കേട്ടോ. പിന്നെ അമ്മ സുക്രുവിനെയും തുമ്പിനെ അവിടെ ഇവിടെയും വിടണുണ്ടായില്ല. അതിൻ്റെ ഇടച്ചിലാണ് കേട്ടോ സുക്രു ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണം. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പുറം ഇപ്പുറം ഇങ്ങനെ പുഴയൊക്കെ ഉള്ളത് കാരണം അപ്പം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കണോണ്ട് സുക്രു ഇടക്കിടക്ക് ഇടയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണോണ്ട് കൂടുതലും അമ്മയാണ് 2 പേരെയും പിടിച്ചിരുന്നത് കേട്ടോ. പിന്നെ തുമ്പിക്ക് ഭയങ്കര രസമായിരുന്നു. തുമ്പി അവിടെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ അവസാനം വരുമ്പോഴൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതേ കണ്ടില്ലേ, റെസ്റ്റോറൻറ്റൊക്കെ അടവാണ് ഗായ്സ്. തിങ്കളാഴ്ച ആയതുകൊണ്ടാണോന്ന് അറിയില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവാറുണ്ട്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
അങ്ങനെ പിന്നെന്തുട്ടാ. പിന്നെ അമ്മ ഇവിടെ വന്നിട്ടേ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ സമ്മതിക്കണില്ലെന്ന്. അമ്മ ചോദിക്കണതേ പുഴയില്ലാത്ത ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കാന്ന്. പുഴനിലാവിൽ പുഴയില്ലാത്ത ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടാവോ? അമ്മക്ക് ഭയങ്കര പേടിയാണ് സുക്രു തുമ്പി ഓടുമ്പോൾ. തുമ്പി അത്ര സീനില്ല. സുക്രുവിന് പണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ ഓടിപ്പോവാനൊക്കെ. പക്ഷെ ഇപ്പൊ സുക്രു കുറച്ച് ധൈര്യശാലിയാണ്. അപ്പൊ അവനവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ശരിയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ എന്നാലും അമ്മ എങ്ങോട്ടും പെടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനത്തെ പാടാണ് അമ്മയുടെ കാര്യം. പിന്നെ 14-ാം തീയതി ഞങ്ങൾ മലമ്പുഴ ടൂർ പോകാൻ കേട്ടോ, നേഴ്സറിന്ന്, സുക്രുവിൻ്റെ നേഴ്സറിന്ന്. തുമ്പിനെ കൊണ്ടുപോകണില്ല, തുമ്പിനെ അമ്മനെ ഏൽപ്പിച്ച് ഞാനും സുക്രുമണിയും കൂടി. അപ്പം അമ്മ പറയാനാണ്, നീ ഇനി മലമ്പുഴ പോയിട്ട് ഈ ഫോണും കൊണ്ട് നടന്ന് കൊച്ചിനെ നോക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അമ്മ. 21-ാം തീയതി 21-ാം തീയതി, സോറി 14-ാം തീയതി ആയിരുന്നു ആദ്യം ഫിക്സ് ചെയ്തത്. പിന്നെ അത് 21-ാം തീയതി ആക്കി. അപ്പം അതിൻ്റെ ഒരു വ്ളോഗ് ഉണ്ടാവും കേട്ടോ വഴിയിൽ. ഇപ്പം നേരം പരപരാന്ന് വെളുത്തു വന്നു, അല്ല മങ്ങിക്കൊണ്ടിരിക്കുകയാണ്, രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാത്രി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫോണിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് മറ്റേ കോട്ടപ്പുറം പാലം, അല്ല കോട്ടപ്പുറം പാലം മൂത്തുന്നത്തോട്ട് പോകുന്ന കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. 2 പാലങ്ങളുണ്ടായില്ല. ആദ്യത്തെ ഫസ്റ്റ് പാലം അത്, സെക്കൻഡ് പാലം അവിടെ. അങ്ങനെ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടത്. ഇപ്പോഴാണ് ഭയങ്കര ഫേമസ് ആയി വരുന്നത്. ഞായറാഴ്ച ഒന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല. പിന്നെ ക്രിസ്മസ്, ഓണം അങ്ങനത്തെ ആഘോഷ ദിവസങ്ങളിലൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ന്യൂ ഇയറിന് ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ. ആരെങ്കിലും വരാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ ന്യൂ ഇയറിന് സൂപ്പറായിരിക്കും. കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ ന്യൂ ഇയറിന് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ്. ഡാൻസും കളി അടിപൊളി സെറ്റപ്പാണ്. പിന്നെ കുറേ പ്രണയിതാക്കളെയൊക്കെ കാണാനായിട്ട് പറ്റും. കൈ പിടിച്ച് കോർത്ത് നടക്കുന്ന കുറേ പ്രണയിതാക്കളെ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോട്ടെ. കുട്ടികളുടെ ഒരു ചെറിയ രീതിയിലുള്ള പാർക്കുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പോട്ടെ. സുക്രുവിനെ അവിടെ ഒന്ന് സെറ്റാക്കണം. സുക്രുവാണെങ്കിൽ അമ്മനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര കുറുമ്പനാണ്. അവൻ പിടിച്ചിട്ടില്ലെങ്കിൽ അവൻ നേരെ കുളത്തിൽ കിടക്കും. അമ്മാതിരി ആയിരിക്കും, അല്ല പുഴയിൽ കിടക്കും. അങ്ങനെയാണ് സുക്രുവിൻ്റെ കുറുമ്പ്. ചെരുപ്പൊക്കെ ഊരി ഓടി നടക്കുകയാണ്. അമ്മ പറയണ്ട, ഞാൻ വരുന്ന ദിവസമൊന്നും ഇവിടെ ഒരു പരിപാടികളുണ്ടാവില്ല. ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും. ഇപ്പം ഒട്ടും ആളില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഐസ്ക്രീം മേടിക്കുന്നില്ല. ഐസ്ക്രീം മേടിക്കണ്ടെന്ന് വെച്ചു. കാരണം ഞാൻ ഇന്ന് ഷോപ്പിൽ പോയി വന്നപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നതിന് ശേഷം, കുറച്ച് ഇരുട്ടിയതിന് ശേഷമാണ് കേട്ടോ അതേ ഒരു കുട്ടികളുടെ പാർക്കിലേക്ക് വന്നത്. ശരിക്കും വലിയവർക്കുള്ളതല്ല. എനിക്ക് സുക്രുവിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ കാണാണ്ട് ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ് കേട്ടോ. സുക്രുവിനെ ഇങ്ങനെ പൊന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിക്കേണ്ട. അപ്പം ഞാൻ ഇരിക്കുമ്പോൾ എനിക്കും ഒരു രസം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മയാണ് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല. എത്ര രൂപയൊക്കെ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട്, ഇത്ര സമയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ സുക്രുമണിക്ക് വേറെ എന്തും ഇഷ്ടമല്ല, ഈ ഇഴുകണ സാധനം അല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. സുക്രു എപ്പോൾ പോയാലും ഇവിടെ ഇങ്ങനെ ഇഴുകണ സാധനത്തിൽ ഇങ്ങനെ കയറിയിരിക്കുള്ളൂ കേട്ടോ. പിന്നെ പണ്ട് തുമ്പിനെ കൊണ്ട് പോകുമ്പോൾ തുമ്പി ഏതിലും കയറാറുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ തുമ്പിക്ക് ഇങ്ങനെ കറങ്ങണ സംഭവത്തിലൊക്കെ കയറണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മ തുമ്പിനെ ഇരുത്താമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. മുഴുവനായിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ തുമ്പിക്ക് ഈ ഒരു താറാവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സുക്രു അടുത്തുണ്ട് കേട്ടോ. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ തുമ്പിക്ക് ഈ താറാവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ തുമ്പിനെ അവിടെ ഇരുത്തി. പിന്നെ സുക്രു ഇഴുകണേന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ടായില്ല. പിന്നെ കുറേ നേരം അങ്ങനെ ഇഴുകിച്ച് കഴിഞ്ഞപ്പോൾ തുമ്പിക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇഴുകാനായിട്ട് അറിയില്ല. അപ്പം ഞാൻ ഇഴുകണേൻ്റെ ആ പകുതി വെച്ചിട്ട് തുമ്പിനൊന്ന് ഇഴുകിക്കുകയാണ്. തുമ്പിക്ക് അത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. താറാവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. എന്നാലും കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളല്ല. എപ്പോഴും നമുക്ക് ഈ ഒരു ബിസി ലൈഫിൽ നമുക്ക് അവരെ എൻജോയ് ചെയ്യിക്കാനായിട്ട് വളരെ സമയം പരിമിതിയായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കൊണ്ടുവരാറുണ്ട് തുമ്പിനെയും സുക്രുവിനെയും. പിന്നെ ഊഞ്ഞാലയിലിരുത്തിയപ്പോഴേക്കും സുക്രുവിന് പേടിയായത് കാരണം ഊഞ്ഞാലയിൽ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് സെക്യൂരിറ്റി ചേട്ടൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഇരുത്തിക്കൂല. പിന്നെ ഇങ്ങോട്ടേക്ക് അധികം നോട്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം 1.5 മണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്ന് കേട്ടോ. അപ്പം അത്രയും നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. സുക്രുവിന് വെള്ളം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയതോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, നമുക്ക് അതൊരു കാര്യം പറയാൻ മറന്നു, 5 രൂപയാണ് കേട്ടോ ഒരു കുട്ടിക്ക്. അപ്പം നമ്മൾ 10 രൂപ കൊടുത്തു തുമ്പിക്കും സുക്രുവിനും കൂടെ. കുറച്ചും കൂടെ
പകല് വന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ കാണിക്കാൻ പറ്റുള്ളത്. ഈ നേരത്ത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ സ്പെഷ്യലായിട്ടുള്ള കുറേ കടകൾ വന്നിട്ടുണ്ട്. ഐസ് പോട്ട്, പലഹാരപ്പിടി, അങ്ങനെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഒരു മോമോസിൻ്റെ കടയിൽ എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നി. മോമോസ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുമാണ് കേട്ടോ. അപ്പം എന്തായാലും അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്കും അത് തന്നെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മൊജിറ്റോ ആണ് കേട്ടോ പറഞ്ഞു, ഓറഞ്ചിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും മൊജിറ്റോ, അതേപോലെ തന്നെ മോമോസും ആണ് കേട്ടോ പറഞ്ഞത്. മോമോസിന് 5 പീസിന് എത്രയാണ് 130 അത്രയും കണ്ടുമായിരുന്നു കേട്ടോ. പക്ഷേ കിടിലനായിരുന്നു. ഞാൻ ചേട്ടനോട് ചോദിച്ചാണ് ഏറ്റവും നല്ലത് ഏതാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ക്രീമി മൊമോസാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് പോകുന്നത്, അപ്പോൾ അത് തന്നെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടന് വെരി താങ്ക്സ്. അല്ലെങ്കിൽ നമ്മൾ അറിയാത്തതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാശും പോകും, വലിയ കാര്യത്തിന് തിന്നാനും പറ്റില്ല. മൊജിറ്റോ അടിപൊളിയായിരുന്നു, ഈ പറയണ മോമോസ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി അമ്മക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ടല്ല തിന്നണത്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റ് ഇല്ലെങ്കിൽ കാശ് പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നല്ല, നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ജ്യൂസി ആയിട്ട് ഈ പാസ്ത ഷവർമ്മയ്ക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് മുഴുവനും പെട്ടെന്ന് തന്നെ കഴിച്ചു. പിന്നെ മൊജിറ്റോ കഴിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടിട്ട്, കാരണം സുക്രു കുറച്ച് കഴിച്ചുള്ളൂ, എനിക്കും ഒരു ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ അറിയൂടെ. അതുകൊണ്ട് അമ്മനെ കൊണ്ട് ഞാൻ മുഴുവൻ കുടിപ്പിച്ചു. പക്ഷെ കുറച്ചൊക്കെ മടങ്ങുകയാണ് ഗൈസ്. മോമോസ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചാണ് കേട്ടോ മോമോസ്. അത് ക്രീമി മോമോസ് ആയിരുന്നു. ഞാൻ ആ പയ്യനോട് ചോദിച്ചിട്ട് ഇതിൽ ഏതാണ് നല്ല മോമോസ് എന്ന്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ഈ ക്രീമി മോമോസാണ് കൂടുതൽ മൂവ് ചെയ്യണേന്ന്. എന്നാൽ പിന്നെ അതെടുത്തോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് കഴിച്ചാണ്. പക്ഷേ ഇല്ലേ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ് കേട്ടോ. ഞാനിപ്പോൾ തിന്നുള്ളൂ, എൻ്റെ ആ ഒരു ടേസ്റ്റ് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ തുമ്പിക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, അമ്മക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മോൻ തൊട്ടില്ല കേട്ടോ. സുക്രു മൊജിറ്റോ മാത്രമേ നിന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരു എന്തുട്ടാ ഓറഞ്ച് മൊജിറ്റോവും ഒരു ഫാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആണ് വാങ്ങിച്ചത്. അതും നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കയറിയിട്ടുള്ള കടയായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഇപ്പോൾ രാത്രിയൊന്നും ഫുഡ് വേറെ കഴിക്കണില്ല. അപ്പം ഞങ്ങളിനി ഒരു ഓട്ടോറിക്ഷ തപ്പട്ടെ, വീട്ടിൽ പോകാൻ പോകണം കേട്ടോ. എന്നാൽ ഫുഡ് എങ്ങനെ ഉണ്ടായി? സൂപ്പർ, അത് കേട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ തപ്പി കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ഓട്ടോറിക്ഷയ്ക്കാണ് ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ ഭാഗ്യത്തിന് അവിടെ ഒരു ഓട്ടോറിക്ഷ ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ മുമ്പിൽ കൂടെ ഉണ്ട് ഞാനിതൊക്കെ. അവിടെ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട്, അത് പോകുന്നറിയില്ല കേട്ടോ, നോക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ അതേ ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എന്നിട്ടാണ് ഓട്ടോറിക്ഷ കിട്ടില്ലെങ്കിൽ പാടാണ്. പിന്നെ ഓട്ടോ ലാൻഡ് കുറേ അങ്ങോട്ട് നടക്കാനായിട്ട് 2 പിള്ളേരെയും കൊണ്ട് വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ കിട്ടിയ ദൈവഭാഗ്യം എന്നും പറഞ്ഞ് നടക്കേണ്ടോ. ഇതാണ് കേട്ടോ കോട്ടപ്പുറം ചന്ത. ഞാൻ ചന്തയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, 1 മാസത്തെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ഒരുമാതിരി കടകളിലേക്കൊക്കെ ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഫൈനൽ നമ്മൾ വീട്ടിലെത്തി കൂട്ടുകാരെ, വീട്ടിലെത്തി. അപ്പൊ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എനിക്കറിയാം ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന്, എങ്കിലും ഞാൻ കൊട്ടപ്പുറത്ത് പോയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീണ്ടും പറയാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.